സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന സ്പെഷ്യൽ മട്ടൻ മജ്ബൂസ്. ഒരു മട്ടൻ്റെ ഒരു കാലിൻ്റെ പീസ് ഉണ്ട്. ആ പീസിന് നമ്മൾ ഒരു വണ്ണമുള്ള ഒരു ഉള്ളി, ഒരു വണ്ണമുള്ള തക്കാളി, 4 പച്ചമുളക്, 2 ഉണക്ക നാരങ്ങ, ഒരു ചിക്കൻ മാഗി, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് 1 ടീസ്പൂണ്, ഒരു 10-15 കുരുമുളക് പൊടിക്കാത്തത്, ഒരു 4 ഗ്രാമ്പു, ഒരു 5 ഏലാച്ചി, ഒരു ചെറിയ പീസ് കറുവപ്പട്ട, അതുപോലെ തന്നെ അറബി മസാലയുണ്ട്, കുരുമുളക് പൊടിച്ചതുണ്ട്, മഞ്ഞൾ പൊടിയുണ്ട്, ഉപ്പുണ്ട്. നമ്മൾ ഒരു കുക്കറിൽ ഈ മട്ടൻ പുഴുങ്ങിയെടുക്കേണ്ട വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ മജ്ബൂസിന് അരി വേവിക്കുക. നമ്മൾ അതിന് ബസുമതി അരി, നമ്മൾ അതിന് അളവിൽ ഒരു 2 ഗ്ലാസ് ബസുമതി അരി കഴുകി പുതിർത്തി വെച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് ആ മട്ടനൊന്ന് ഉപ്പിട്ട് വേവിക്കണം. മട്ടൻ ഇതിൽ നിന്ന് തിളക്കുന്ന സമയത്ത് അതിന് ഒരു പത വരാനുണ്ട്. ആ പത കോരിക്കളയണം. ഏതായാലും നമുക്ക് അതിലേക്ക് കിടക്കാം. വെള്ളം ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്. നമുക്ക് ആ മട്ടൻ അതിലേക്ക് ആഡ് ചെയ്യാം. മട്ടൻ അതിൽ കൊള്ളാൻ കുറച്ച് പണിയാണ്. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് തിളക്കുന്ന സമയത്ത് ഇതിനകത്ത് പത വരും. ആ പത കോരിക്കളയണം. നമ്മുടെ തിളച്ചത് കണ്ട, ഈ കാണുന്ന പത കണ്ട്, ആ പത വേസ്റ്റാണ്. അത് നമ്മളിങ്ങനെ ഇതുപോലെ എടുത്ത് കളയണം. അത് തിളച്ച് അതിൻ്റെ ഉള്ളിലേക്ക് മറിഞ്ഞു പോകരുത്. ഇതുപോലെ കോരിക്കളയണം. കണ്ടില്ലേ? അപ്പോൾ അതൊക്കെ പോയി. ഇനി നമുക്കതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് നടപ്പിട്ടിട്ട് അത് വേകുന്നവരെ വിസിലടുപ്പിക്കാം. മട്ടൺ ആയതുകൊണ്ട് ലേശം മൂപ്പുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഓക്കെ. ഇപ്പം നമ്മൾ എല്ലാ മസാലകളും ഒന്നിച്ച് ചേർക്കുന്നുണ്ട്. മല്ലിച്ചപ്പ് വയ്യ മുറിച്ചിടാം. അരി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഉണക്ക നാരങ്ങ, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി, മേഗിക്കട്ട, കുരുമുളക്, ഏലക്കായ്, പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പു, അറബ് മസാല. ഈ മാഗിക്കട്ടയുള്ളത് കൊണ്ട് നമ്മൾ ഉപ്പ് ശ്രദ്ധിച്ചിട്ട് ഇടേണ്ടതാണ്. മാഗിക്കട്ടയിൽ ഉപ്പുണ്ടാവും. നമ്മളിതെല്ലാം കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഈ ഉണക്ക നാരങ്ങയ്ക്ക് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കണം കത്തി കൊണ്ട്. അതിട്ട് കൊടുത്തതിന് ശേഷം ഇടാൻ പാടുള്ളൂ. ഇതുപോലെ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ ഇവിടെ തന്നെ ഉണക്കി ഉണ്ടാക്കുന്നതാണ്. അത് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മേഗിക്കട്ട എല്ലാം കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഈസി പരിപാടിയാണ്. പിന്നെ ഉള്ളി ഇതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ ഉള്ളിയും തക്കാളിയൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ട് വാട്ടിക്കൊണ്ട് ഇതുപോലെ ചെയ്യുന്നുണ്ട്. അതായത് ഇത് നമുക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കാണിച്ചു തരുന്നത്. നമ്മളതിലേക്ക് കുരുമുളക്, ഏലാച്ചി എല്ലാം അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അറബി മസാല 1 ടീസ്പൂണ് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾ പൊടി 1 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അര സ്പൂണ്, ഈ സ്പൂണിന് 1/2 സ്പൂണ്. കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതിനൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അതിൻ്റെ അടപ്പിട വിസിലടുപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ ആ മേഗിക്കട്ടയ്ക്ക് ഉപ്പുണ്ടാവും. കുറച്ച് ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്യാം. നോക്കിയിട്ട് നമുക്ക് വയ്യൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കിയിടാം. ഓക്കെ, ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ. അതിൻ്റെ അടപ്പിടാം. അടപ്പിട്ടൊരു മട്ടനാകുമ്പോൾ ഒരു മൂത്തതാണെങ്കിൽ ഒരു
5 വിസിലെങ്കിലും വേണം. ഇത് കുറച്ച് ചെറിയ ചള്ളാണ്. ഒരു 4 വിസിലിൽ ഓഫ് ചെയ്യാം. കുറച്ച് ദൂരെ നിൽക്കാം. 1-ാം വിസിൽ വന്നു. അപ്പോൾ പിന്നെ ഇനി ഒരു 2 വിസിലും കൂടി വന്നാൽ 3 വിസിലിൽ ഓഫാക്കുക. കാരണം ഒരു വിസിൽ നമുക്ക് റൈസ് വേവേണ്ട വിസിൽ അവിടെ വെക്കണം. ബാക്കി അതിൽ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു വിസിൽ അടിച്ചറിയാം. നമ്മുടെ 3-ാം വിസിൽ കൂടി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഓഫ് ചെയ്യാം. മക്കളെ വാ, ഓഫ് ചെയ്യട്ടെ. ആ പുതിർത്തി വെച്ച അരിയുടെ വെള്ളം ഒന്ന് നേർക്ക് ഊറ്റിക്കളയാം. അരിപ്പത്തട്ടിലേക്ക് ഊറ്റിയാലും കുഴപ്പമില്ല. നമുക്ക് ഇതിൻ്റെ ആവി ഫുള്ള് കളയണം. നമുക്ക് വിസിൽ ഊരാം. വിസിൽ പെട്ടെന്ന് ഊരരുത്, കാരണം അതിൽ വെള്ളം ഉള്ളത് കൊണ്ട് വിസിൽ ഊരുമ്പോൾ വെള്ളം സ്പ്രേ ചെയ്യും. നമ്മുടെ കുട്ടികളൊക്കെ ഇത് കണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഏതായാലും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മൾ മട്ടൺ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതൊന്ന് കത്തിക്കണം. നമുക്ക് ഈ റൈസ് വേകുന്നതിനെക്കാട്ടി കൂടുതൽ കുറച്ച് വെള്ളമുണ്ട്. അത് കോരിക്കളയുന്നതിൽ നല്ല ലേശം ഒരു 10 മിനിറ്റ് അല്ല 5 മിനിറ്റ് വെച്ച് ഒന്ന് പതപ്പിച്ച് ലേശം വെള്ളം വറ്റിച്ചെടുക്കുക. എന്നാൽ മസാലക്കൂട്ട് അതുപോലെ തന്നെ അതിൽ തന്നെ ഉണ്ടാവും. ഒന്നങ്ങനെ വറ്റിച്ചെടുക്കുക. വറ്റിച്ചെടുത്തതിന് ശേഷം അരിയിടും. ഒന്ന് വറ്റിച്ചെടുക്കട്ടെ. ഇപ്പോൾ ഏകദേശം കുറേ വെള്ളം വറ്റിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ഉപ്പ് എരിവ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് അരി ആഡ് ചെയ്യുക. ഞാനൊന്ന് അതിൻ്റെ ഉപ്പും മുളകും നോക്കട്ടെ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതിടുന്നുണ്ട്. ഒന്ന് ഇളക്കി മറിക്കാം. മട്ടനൊക്കെ ഏകദേശം കാലിൽ നിന്നും വെന്ത് ഊരി വരുന്നുണ്ട്. നമുക്കതിലേക്ക് അരി ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുത്തിട്ടുണ്ട്. എരിവ് കുറച്ച് കുറവുണ്ട്. നമുക്ക് കുറച്ചുകൂടി കുരുമുളക് അതിലേക്ക് ആഡ് ചെയ്യുക. പൊടി 1/2 ടീസ്പൂൺ കൂടി. പാത്രത്തിൽ കാലിയായി നിങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ട്. ഏതായാലും അതിലേക്ക് അരി ആഡ് ചെയ്തിട്ട് അരി ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്നത് ഫുള്ളായിട്ട് അതിലേക്ക് ചേർക്കട്ടെ. എന്നിട്ട് തിളക്കുന്ന സമയത്ത് ഒന്നുകൂടി നമുക്ക് അടപ്പിട്ടിട്ട് ഒരു വിസിൽ കൂടി അടിക്കണം. അരി ആഡ് ചെയ്തു, തിളക്കുന്നുണ്ട്. നമുക്കതിലേക്ക് ആ ഒരു തണ്ട് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. സംഭവം ഇത്രയേ ഉള്ളൂ. മേടിക്കാൻ മറന്നുപോയി. ഒന്നും വിചാരിക്കില്ല. നമ്മളെ കഥ ഇങ്ങനെയാണ്. ചില സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കതിൻ്റെ അടപ്പിട്ട് ഒരു വിസിലങ്ങ് അടിക്കാം. 1 വിസിൽ. ഇങ്ങനെ തിളക്കുമ്പോൾ ആ വിസിൽ അടപ്പം ഇട്ടുകൊടുത്ത് ഒരു വിസിലടിച്ചോ ഓഫ് ആയിക്കോ. നമ്മളൊന്ന് ഓപ്പൺ ആക്കട്ടെ. നമ്മുടെ മച്ചിപ്പൂസ് മാഷാ ഒന്ന് അടുപ്പിച്ചോടി. ഹൈവ എന്നൊരു പാത്രത്തിലേക്ക് ലേശെടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. മട്ടനൊക്കെ കണ്ടീഷൻ ആയിട്ടുണ്ട്. സാധനം നെരിമാർക്ക് സാധനം. നുള്ളുമ്പിങ്ങി വരും. ചൂടുണ്ട്. ഏതായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യാം. റൈസ് ടേസ്റ്റ് ചെയ്യാം. എല്ലാ സാധനം ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കുക. അപ്പൊ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും. ഓക്കെ, ബൈ ബൈ, സീ യു.